ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥികളുടെ എണ്ണം 9 കുറഞ്ഞു. നന്ദനയാണ് ഇത്തവണ അവസാനമായി പ്രേക്ഷക വോട്ടിംഗിൽ പുറത്തായത്. നന്ദന പുറത്തായെന്ന വിവരം അടുത്ത സുഹൃത്തുക്കളായ സായി, സിജോ, അഭിഷേക് എന്നിവരെയും മറ്റ് സഹ മത്സരാർത്ഥികളെയും വിഷമിപ്പിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെയാണ് നന്ദന ബിഗ് ബോസ് വാതിൽ കടന്നു പുറത്തെത്തിയത്. പുറത്തായി എന്നതിനേക്കാൾ സുഹൃത്തുക്കളെ പിരിയേണ്ടി വന്നതാണ് തന്നെ വിഷമിപ്പിക്കുന്നത് എന്നാണ് നന്ദന പറയുന്നത്. 5-ാം വാരത്തിന്റെ തുടക്കത്തിലാണ് 6 വൈൽഡ് കാർഡുകളെ ഒറ്റയടിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിട്ടത്. ആ കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് യാതൊരു മുൻപരിചയമില്ലാത്ത വ്യക്തിയായിരുന്നു നന്ദന. എന്നാൽ മോഹൻലാൽ പരിചയപ്പെടുത്തിയ സമയത്ത് തന്നെ തന്റെ എനർജി ലെവൽ എന്താണെന്നതിന്റെ സൂചന നൽകാൻ നന്ദനയ്ക്ക് സാധിച്ചു. ആ ഊർജം എവിക്റ്റഡ് ആവുന്ന ദിവസം വരെ നന്ദന തുടരുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ഫൈനലിന്റെ പടിവാതിലിൽ വെച്ച് പുറത്താകുമ്പോൾ ഹൗസിൽ ഇത്രയും ദിവസത്തെ ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെയാണ് നന്ദന പറയുന്നത്. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഹൗസ് എന്നാണ് നന്ദന പറയുന്നത്. ഹൗസിനുള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന്. ടിക്കറ്റ് ഫിനാലെയുടെ ഭാഗമായി നടന്ന മത്സരത്തിൽ താൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത്. പക്ഷേ അനിയത്തി എന്ന സ്നേഹം സിജോ ചേട്ടനും സായി ചേട്ടനും കാണിച്ചിരുന്നു. ഒരു പോയിന്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പാചകം ചെയ്യാനും അലയ്ക്കാനുമൊക്കെ ഞാൻ പഠിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞാൻ പഠിച്ചു. ഇങ്ങനെയാണ് പുറത്തു വന്നപ്പോൾ നന്ദനയുടെ വാക്കുകൾ. സിജോയും സായിയും തങ്ങളുടെ സഹോദരി എന്ന നിലയിലാണ് നന്ദനയെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് പലപ്പോഴും അതിരുവിട്ടു പോവുകയും നന്ദനയുടെ ഗെയിമിങ്ങിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിൽ നന്ദനയ്ക്ക് പോയിന്റ് ലഭിക്കാനായി സിജോയും സായിയും ഒത്തുകളിച്ചതും പ്രേക്ഷകരുടെ വോട്ടിംഗ് കുറയാൻ കാരണമായി. 7 പേരാണ് ഇത്തവണ എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ റിസൾട്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ പ്രഖ്യാപിക്കും. ഈ എവിക്ഷനിലുള്ള എല്ലാവർക്കും ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾ നൽകിയിരിക്കുകയാണ്. അത് ഓരോരുത്തരുമായി തുറന്നു കാണിക്കുകയും സായിയും നന്ദനയും ഒഴികെ എല്ലാവരുടെയും റിസൾട്ട് പെൻഡിങ് എന്നാണ് എഴുതി കാണിച്ചിരുന്നത്. ഈ എവിക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഞാൻ ഒരു നോർമൽ ഇതിൽ നിന്നാണ് വന്നത്. എന്നെക്കൊണ്ട് ആവുന്നതിൻ്റെ മാക്സിമം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വന്നപ്പോൾ വളരെ എളുപ്പമാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇത് അത്ര എളുപ്പമല്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്. 12 ആഴ്ച വരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. 2 ആഴ്ച കഴിയുമ്പോഴേക്ക് പെട്ടിയും എടുത്ത് പോവാമെന്നാണ് കരുതിയത്. പ്രേക്ഷകർ എന്നെ ഇവിടെ വരെ എത്തിച്ചു. അതിൽ വളരെയധികം നന്ദിയുണ്ട് എന്നാണ് നന്ദന മോഹൻലാലിനോട് അനുഭവം പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞത്.